നമസ്തേ, ഞാൻ ദൈവജ്ഞ തിലകം വി മുരളീധര വാര്യർ. സദ്ഗമയ ജ്യോതിഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത് ജീവിതത്തിൽ മുന്നേറാനാണ്. മനുഷ്യൻ ജീവിതത്തിൽ നേടുന്ന ഉയർച്ചയുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ പഠന റിപ്പോർട്ട് പറയുന്നത് 100-ൽ 3 പേർ മാത്രമേ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ തരണം ചെയ്യാനും അതുപോലെ തന്നെ ഉപജീവനത്തിനും വേണ്ടി പ്രവൃത്തി ചെയ്യുന്നവരാണ്. 100-ൽ 3 പേർ മാത്രമേ പരിപൂർണമായും അവരവരുടെ കർമ്മമണ്ഡലത്തിൽ ഉയർച്ച നേടുന്നുള്ളൂ. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ധാരാളമുണ്ട്. ഒരു 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടം ബാല്യവും ചാബല്യ കാലഘട്ടവുമായി മുന്നോട്ടേക്ക് പോകും. 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് വായനയും പഠനവുമായി മുന്നോട്ടേക്ക് പോകുന്നത്. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അവരവരുടെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഒരാളെ സംബന്ധിച്ച് പരിപൂർണമായ പൂർണ്ണ വിജയം നേടുന്ന ഒരു കാലഘട്ടം. 50 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സ്വാധീന ശക്തിയും അധികാരവും ഉള്ള കാലഘട്ടമാണ്. 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കാലഘട്ടം, ഈ കാലഘട്ടത്തെയും നമ്മൾ എന്തൊക്കെ സമാഹരിച്ചോ സമ്പാദിച്ചോ അതിന് കിട്ടുന്ന നിലയും വിലയുമാണ് 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കാലഘട്ടം. പ്രേക്ഷകർക്ക് സംശയം വരാം, 70 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവരില്ലേ? അതുകൊണ്ടാണ് സജ്ജനങ്ങളോട് ആദ്യം പറഞ്ഞത്, ഏകദേശം ഒരു 70 വയസ്സ് കണക്കെടുത്താൽ ഇതാണ് ആകെയുള്ളൊരവസ്ഥ. ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 30 വയസ്സ് വരെയുള്ള കാലഘട്ടം. 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വ്യക്തമായ ധാരണയോടുകൂടി നമ്മൾ സഞ്ചരിക്കുകയും വായനയും പഠനവും അതിൽ ശ്രദ്ധയും വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ജീവിതത്തിൽ മുഴുവൻ വിജയമാണ്. അപ്പോൾ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് അറിവ് സമ്പാദിക്കാനും നമുക്കുണ്ടാകുന്ന സംഘർഷങ്ങളെ നമുക്ക് അതിജീവിക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ആ 30 വയസ്സിന് ശേഷം 60 വയസ്സ് വരെയുള്ള കാലഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഒരു വ്യക്തി കൂടുതൽ കാലഘട്ടങ്ങളിൽ ഒരു വാഹനമെടുക്കുന്നതും ഒരു ഭവനമെടുക്കുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കൂടുതൽ സമയം കണ്ടെത്തുന്നത് ഭൂരിപക്ഷം പേരും 30 വയസ്സിന് ശേഷം 60 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മാണവും അതുപോലെ കൂടുതൽ സ്വരൂപിക്കുന്ന കാലഘട്ടമൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂടുതലും കാണുന്നത്. ആ 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കാലഘട്ടം നമ്മൾ എന്തൊക്കെയാണോ ആർജിച്ച അറിവ്, നമ്മുടെ ക്ഷമ, നമ്മളെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും അതുപോലെ തന്നെ സുഹൃജനങ്ങൾക്കും നമ്മൾ എന്തൊക്കെയാണോ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് തിരിച്ചു വരുന്നൊരു കാലഘട്ടം. നമ്മൾ ആ കാലഘട്ടത്തിൽ കൊടുത്ത സ്നേഹവും ബഹുമാനവും ആദരവും നമുക്ക് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഷഷ്ടി പൂർത്തിയൊക്കെ നമ്മളിപ്പം ആഘോഷിക്കാറുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ ഇപ്പോൾ ഒരു ആദരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇത് എവിടെയോ ആ കാലഘട്ടത്തിൽ അവർ ചെയ്തതിൻ്റെ ഒരു പുണ്യം അവരിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൽ നിന്നൊക്കെ നമുക്കാകെ മനസ്സിലാവുന്നത് ശ്രേഷ്ഠരായ സജ്ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റുന്നത്? വളരെ ഉത്തരമാണ്, അവിടെ സിമ്പിളാണ്. അതിൻ്റെ കാരണം, നമുക്ക് വീഴ്ച പറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തയ്യാറെടുപ്പിലാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം. അനന്ത ശക്തികളുള്ളവരാണ് ഈ ഭൂമുഖത്തുള്ള എല്ലാവരും. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന, ഈ ഭൂമിയിൽ കാണുന്ന പ്രലോഭനങ്ങളിലേക്ക് വഴങ്ങി നമ്മൾ അതിലേക്ക് പോവുകയാണ്. നമ്മളിലുള്ള അനന്തശക്തിയെ മറന്ന് ബാഹ്യ ഭാഗങ്ങളിൽ കാണുന്ന പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ വഴങ്ങി ആ പ്രലോഭനത്തിൽ നമ്മൾ അടിമയായി പോവുകയാണ്. അതുകൊണ്ടാണ്
നീതിസാരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ശ്ലോകം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൗഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ. എല്ലാ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ്. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൗഷധം. എല്ലാ പ്രപഞ്ചത്തിലുള്ള ചെടിയുടെയും വൃക്ഷത്തിൻ്റെയും വേരിൽ ഔഷധമുണ്ട്. ഔഷധമില്ലാത്ത ഒരു ചെടിയും വൃക്ഷവും ഈ ഭൂമുഖത്തില്ല. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൗഷധം അയോഗ്യ പുരുഷോ നാസ്തി. ഒരാളും ഈശ്വരൻ സൃഷ്ടിക്കുന്ന സമയത്ത് അയോഗ്യരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരും യോഗ്യരാണ്. യോജകസ്തത്ര ദുർലഭ. ഒറ്റ കുഴപ്പമേ ഉള്ളൂ സജ്ജനങ്ങളെ, ഇത് യോജിപ്പിക്കാൻ എല്ലാവർക്കും അറിയില്ല. ഇത് യോജിപ്പിക്കാൻ പഠിച്ചവരാണ് ശ്രേഷ്ഠന്മാരായി മാറുന്നത്. വിവേകാനന്ദ സ്വാമികളും ശങ്കരാചാര്യ സ്വാമികളും ഒക്കെ ശ്രേഷ്ഠനായി മാറുന്നു എന്ന് പറഞ്ഞാൽ ഇത് യോജിപ്പിക്കാൻ പഠിച്ചവരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ പ്രയത്നിക്കണം, കഠിന പ്രയത്നം ചെയ്യണം. നമ്മുടെ വീടുകളിലെ കുട്ടികളോട് കൂടുതൽ വായിക്കാൻ വേണ്ടി പറയണം. നമ്മുടെയൊക്കെ നാടുകളിൽ പഴയ കാലഘട്ടത്തിൽ വീടിന് പരിസരത്തൊക്കെ ലൈബ്രറി ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി പുസ്തകം കൊണ്ടുവന്ന് അത് വായിച്ച് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നൊരു സമ്പ്രദായം പഴയ കാലഘട്ടത്തിലുണ്ട്. ഇന്ന് കുട്ടികളിൽ വായനാശീലം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, എത്ര കണ്ട് കുട്ടികളെ വായനാശീലം ഉള്ളവരാക്കി മാറ്റാൻ പറ്റുമോ അത്ര കണ്ട് അവർ യശസ്സിലേക്കും ശ്രേയസ്സിലേക്കും ഐശ്വര്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും പോകും. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹമുണ്ട് എങ്കിൽ കഠിന പ്രയത്നം ചെയ്യുക. അതാകട്ടെ ഇന്നത്തെ നമ്മുടെ യൂട്യൂബിലുള്ള ഈ ഒരു സന്ദേശം. എല്ലാവരും ഈ പ്രോഗ്രാം കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.